ഹായ് എവരി വൺ. ഇപ്പോൾ നല്ല മഴയാണ്. ഈ മഴക്കാലത്ത് ചൂട് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു വിഭവമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. മുതിരത്തോരൻ. നമ്മുടെ തണുപ്പ് അകറ്റി ചൂട് തരുന്ന മുതിര കൊണ്ട് നമുക്കൊരു തോരൻ കറി വെച്ചാലോ? നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു എൽഎസ് കിച്ചൺ. അതിനായി 200 ഗ്രാം മുതിര തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. കഴുകി അരിച്ചെടുത്തതാണ് കേട്ടോ. 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിടാം. നമുക്ക് കുക്കർ അടുപ്പത്ത് വയ്ക്കാം. 4 വിസിൽ വരണം ഇത് വേകാൻ. കുതിർത്തതായതുകൊണ്ടാണ് 4 വിസിൽ, അല്ലെങ്കിൽ അതിലും കൂടുതൽ വേണം. അരപ്പിനായി 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 3 പച്ചമുളക്, 4 വെളുത്തുള്ളി അല്ലി, 1 തണ്ട് കറിവേപ്പില, ജീരകം 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ഈ പരുവത്തിലായിരിക്കണം അരപ്പ് തയ്യാറാക്കേണ്ടത്. വിസിൽ വന്നു കഴിഞ്ഞു. കുക്കർ മാറ്റി നമുക്ക് പാൻപാത്രം വയ്ക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 15 ചുമന്നുള്ളി നടുവേ മുറിച്ചതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറുകിളി എത്ര ഉണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി ചെറുകിളി വഴന്ന് വരുമ്പോൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. അരപ്പ് നന്നായി ഇളക്കി മിക്സാക്കാം. ഇതിൻ്റെ പച്ചമണം മാറണം, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച മുതിര ഇട്ട് കൊടുക്കാം. മുതിരയിൽ ധാരാളം അയണും ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ഫാറ്റിൻ്റെ അളവ് കുറവുമാണ്. വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്. ഇത് നന്നായി ഒന്നുകൂടി ഇളക്കി നമുക്ക് അടച്ചു വയ്ക്കാം. നന്നായി ഇത് ഫ്രൈ ആകണം, അങ്ങനെയാണ് തോരന് രുചി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇവിടെ ഇളക്കി വാങ്ങാം. മുതിരത്തോരൻ റെഡി ആയിട്ടുണ്ട്. പൊതുവേ ഇതിന് രുചി കുറവാണ്, പക്ഷേ ഇങ്ങനെ തയ്യാറാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.